സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ 2024 IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി RRB PO ആൻഡ് ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്തോളുക. അപ്പം നമുക്ക് ഓൾറെഡി IBPSന്റെ കലണ്ടർ നേരത്തെ റിലീസ് ആയപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓഗസ്റ്റിൽ നമുക്ക് RRBയുടെ എക്സാം മാത്രമല്ല IBPS ക്ലർക്കിന്റെയും എക്സാം ഉണ്ടാകും. ഡേറ്റ്സ് ഒക്കെ ഓൾറെഡി നേരത്തെ വന്നതാണ്. സോ നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ IBPS ക്ലർക്ക് 14th നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ വർഷത്തേത് IBPS ക്ലർക്ക് 14th നോട്ടിഫിക്കേഷൻ ആണ്. അത് ശ്രദ്ധിച്ചോണം, നമ്പർ മാറിപ്പോകരുത്. കഴിഞ്ഞ പ്രാവശ്യത്തേത് IBPS ക്ലർക്ക് 13 ആയിരുന്നു. ഓക്കെ, ഇനി എന്ന് തൊട്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്? ജൂലൈ 1 മുതൽ 21 ജൂലൈ വരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടിരിക്കുക. അപ്പോൾ 21 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ലാഗ് ആക്കരുത്. നമുക്ക് ലാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും സെർവർ ഡൗൺ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ നേരത്തെ തന്നെ അയക്കുക. ധൃതി വെച്ച് ഇന്ന് തന്നെ അയക്കണം എന്നല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളുടെ പ്രിലിമിനറി എക്സാം എന്നാണ്. ഇവിടെ ഓഗസ്റ്റ് എന്ന് മാത്രമാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഓൾറെഡി ഡേറ്റ് അറിയാം. എന്നൊക്കെയാ? 24, 25, 31 ഈ 3 ദിവസങ്ങളിലായിട്ടായിരിക്കും IBPS ക്ലർക്കിന്റെ എക്സാം നടക്കാൻ പോകുന്നതെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻസിന്റെ എക്സാം എന്നാണ്? ഒക്ടോബർ 13-നാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അതെല്ലാം വെച്ച് തന്നെയാണ് നമ്മൾ നമ്മളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനിയും നിങ്ങൾക്കറിയാം നമ്മുടെ RRB പോലെയല്ല. നമുക്കിപ്പം കേരള ഗ്രാമീൺ ബാങ്ക് ആയിരുന്നു നമ്മൾ RRBക്ക് നമുക്ക് അയക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ജോബിന് കയറാൻ പറ്റുന്ന ബാങ്ക്. ഇവിടെ ഒരു ബാങ്കിലേക്കല്ല, ടോട്ടൽ 11 ബാങ്കിലേക്കാണ് IBPS ക്ലർക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം നടത്തുന്നത്. ഏതൊക്കെ ബാങ്കാണ് ഈ IBPS ക്ലർക്ക് 2024 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലർക്കിനുള്ള എക്സാം ആണ് IBPS ക്ലർക്ക് 2024. ഓക്കെ, ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട്. അതായത് ക്ലർക്ക് എക്സാം ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ സ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും എക്സാം അല്ലെ? മീൻസ് ഒരുമിച്ചാണ് എക്സാം, പക്ഷേ നമുക്ക് ഓരോ സ്റ്റേറ്റിലേക്ക് അനുസരിച്ചായിരിക്കും. ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം നോക്കുക നമ്മളുടെ സ്റ്റേറ്റ് കേരളയിൽ എത്ര വേക്കൻസി ഉണ്ടെന്നാണ്. നമുക്കിപ്പോൾ ഇവിടെ ടോട്ടൽ വേക്കൻസി 106 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഓരോ കാറ്റഗറി വൈസ്. ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡ ഇവിടെ NR എന്ന് കൊടുത്തിരിക്കുന്നത് നോട്ട് റിപ്പോർട്ടഡ് ആണ്, അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ NR എന്ന് കാണിക്കുന്നിടത്ത് വീണ്ടും എന്ത് ചെയ്യാം, വേക്കൻസി വരാം. ഇതായിരിക്കും ഫൈനൽ നമ്പർ ഓഫ് വേക്കൻസി എന്ന് കരുതരുത്. വേക്കൻസി എന്ത് ചെയ്യാം, കൂടാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിപ്പം നമുക്ക് കേരളം മാത്രമാണ്. ഇപ്പം നമുക്ക് തമിഴ്നാട്ടിലാണെങ്കിൽ 665 വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് അറിയാലോ, നമുക്ക് ലാംഗ്വേജിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാകണം. അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. കേരളത്തിലെ വേക്കൻസി ആണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി അനുസരിച്ച് 106 ആണ് നമ്മളുടെ കേരളത്തിലെ വേക്കൻസി. ഓരോ ബാങ്കിലും എത്രയൊക്കെ വേക്കൻസി ഉണ്ട്, അത് OBC എത്രയാണ്, ജനറൽ വേക്കൻസി എത്രയാണ്, ടോട്ടൽ എത്രയാണ് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മളുടെ എലിജിബിലിറ്റി എന്തായിരിക്കണം, നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഉണ്ടായിരിക്കേണ്ടത്? നമുക്കറിയാം PO ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. നമ്മൾ ഡിഗ്രി പാസ്സായിരിക്കണം. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടത് ഡിഗ്രി. അത് ഏത് ഡിഗ്രി ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് നമ്മൾ എന്തായിരിക്കണം, പാസ്സായിരിക്കണം. അപ്പം നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ്, ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇയർ കഴിഞ്ഞു, എനിക്ക് അയക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഡേറ്റ് നമുക്ക് ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിനുള്ളിൽ നമ്മളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാകണം. അതിലേക്ക് നമുക്ക് വരാം. നോക്കിക്കേ, ഇനി നമ്മുടെ നാഷണാലിറ്റി എന്തായിരിക്കണം, നമ്മൾ ഇന്ത്യൻ ആയിരിക്കണം, അല്ലെങ്കിൽ നേപ്പാൾ ഓർ ഭൂട്ടാൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം 20 വയസ്സുണ്ടായിരിക്കണം. 20 മുതൽ 28 വയസ്സ് വരെയാണ് IBPS ക്ലർക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റുക.
അപ്പം 20 വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതിനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2/7/1996 1/7/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇതിന് ഈ ഡേറ്റ് ഓഫ് ബർത്തിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, IBPS ക്ലർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ മിനിമം 20 to 28 ആണ് നമ്മുടെ IBPS ക്ലർക്കിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലല്ല നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയും ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. നമുക്ക് ചില കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. SC ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. അതേപോലെ OBC നോൺ ക്രീമി ലെയറിൽ പെടുന്നവരാണെങ്കിൽ 3 വർഷം. അതേപോലെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ 10 years. പിന്നെ എക്സ് സർവീസുകാർക്കും എക്സ്ട്രാ കാര്യങ്ങൾ, എക്സ്ട്രാ ഏജ് റിലാക്സേഷൻ അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, അയക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിൽ അവർ വേണ്ട ഈ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, 21/7/2024. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് 21/7/2024. അപ്പം അന്ന് വരെ അല്ലെങ്കിൽ ആ ദിവസം വരെ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാകണം. ഏതിനു മുന്നേ, 21/7/2024 മുന്നേ നിങ്ങളുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പോൾ റിസൾട്ട് വന്നു പക്ഷെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അയക്കുന്ന സമയത്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ നമുക്ക് റിസൾട്ട് വരണം. നമുക്ക് അതിലേക്ക് നമ്മുടെ റിസൾട്ട് എന്നാ വന്നിട്ടുള്ളതെന്നുള്ള ഡേറ്റ് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് എത്രയാന്നുള്ളത് പെർസെൻറ്റേജിലും കൊടുക്കാനുണ്ട്. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നാൽ മതി. ഇത് അയക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ലാസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ടൈം ആകുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. റിസൾട്ട് വരുന്ന ഡേറ്റ് ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്, 21/7/2024 വരെ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് IBPS ക്ലർക്ക് 2024 അയക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് അയക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി അവർക്ക് റിസൾട്ട് വന്നിട്ടില്ല. മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ്. ഫൈനൽ സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ റിസൾട്ട് ഈ ഒരു ഡേറ്റിന് മുന്നേ വന്നാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ, കമ്പ്യൂട്ടർ ലിറ്ററസി. അതായത് നമുക്കറിയാം ഓൾറെഡി ബാങ്കിലെ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് നടക്കുന്നതെല്ലാം കമ്പ്യൂട്ടർ വഴിയാണ്. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഡെഫിനറ്റ് ആയിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. നമുക്കത് അത്യാവശ്യം വർക്ക് ചെയ്യാൻ അതിൽ അറിവുണ്ടായിരിക്കണം. വിച്ച് ഈസ് മാൻഡേറ്ററി, അത് മാൻഡേറ്ററി ആണെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ഒരു ലൈൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, should have studied computer or IT as one of the subjects in the high school or college. അപ്പോൾ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണോ? നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ സാധാ SLC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് IT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. നമുക്ക് ഓൾറെഡി അതിൻ്റെ അകത്തിൽ കാണിക്കാം, എനിക്ക് കമ്പ്യൂട്ടർ അവയർനെസ് ഉണ്ട്, എനിക്കറിയാം അതിനെപ്പറ്റി എന്ന് ഓൾറെഡി നമുക്ക് 10ലോ നമ്മൾ +2ലോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോ നമ്മൾ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അല്ലാത്തവർ മേ ബി നിങ്ങളുടെ ഹൈസ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു സർട്ടിഫിക്കറ്റ്, അത് ലാസ്റ്റ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ടൈമിലേക്ക് മതിയാകും. ഓക്കെ, അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സർട്ടിഫിക്കറ്റിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്തിൽ തന്നെ അതൊരു സബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, പ്രൊഫിഷ്യൻസി ഇൻ ദി ഒഫീഷ്യൽ ലോക്കൽ ലാംഗ്വേജ്. അതായത് നമ്മളിപ്പം കേരളത്തിലേക്കാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ഭാഷ മലയാളം അറിഞ്ഞിരിക്കണം. നമുക്ക് തന്നെ ഓൾറെഡി അറിയാം, നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ചിലർ ചിന്തിക്കും, ഇപ്പം തമിഴ്നാട്ടിലൊക്കെ 665 വേക്കൻസി ഉണ്ട്, അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യട്ടെ, നിങ്ങൾക്ക് തമിഴ് അറിയാമോ?
അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ നമുക്കത് അറിവുണ്ടായിരിക്കണം. നമുക്ക് റിസൾട്ട് ഏപ്രിൽ 1 വരിക 2025. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു 6 മാസത്തെ സമയം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേറ്റിൽ, മീൻസ് ലാംഗ്വേജ് ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേറ്റ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല നല്ലത്. അപ്പം നമുക്ക് അത്യാവശ്യം അവിടുത്തെ ലാംഗ്വേജിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ നമുക്കൊരു 6 മാസത്തെ സമയം കിട്ടും LPTക്ക് വേണ്ടിയിട്ട്. The candidate should know how to read, write and speak the official language of the state for which a candidate wishes to apply is preferable. അപ്പം നമുക്ക് അവിടുത്തെ ലാംഗ്വേജിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതെല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുക, ഏത് സ്റ്റേറ്റ് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ. ഇനി ഒരു കാര്യമാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി. അപ്പം എന്താണ് ക്രെഡിറ്റ് ഹിസ്റ്ററി? നമുക്ക് അത്യാവശ്യം ഒരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അതിപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 11 ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു. ആ 11 ബാങ്കിലും വ്യത്യസ്തമായിരിക്കും എത്ര സിബിൽ സ്കോർ വേണം. ഇപ്പം നിങ്ങൾ ഇപ്പം അക്കൗണ്ട് ഒന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ സിബിൽ സ്കോറിനെ പറ്റിയിട്ട് ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അക്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം മേ ബി നമ്മൾ എന്തെങ്കിലും EMI ഒക്കെ അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പം നമ്മൾ ടൈമിൽ ഇതെല്ലാം പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലാഗ് ആക്കുന്നുണ്ടോ? അപ്പം എന്തെങ്കിലുമൊക്കെ ലാഗ് ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും വേഗം കറക്റ്റ് ആക്കുക. നമുക്ക് ഇത്ര സിബിൽ സ്കോർ വേണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഓരോ ബാങ്കിനും. ഇപ്പം എന്തെങ്കിലും നിങ്ങളൊരു ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ ഒക്കെ അതൊന്ന് ഇപ്പോഴും നിങ്ങൾ അതിന് ടെൻസ്ഡ് ആകേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ. നമ്മൾ ജോയിനിങ് ടൈമിലേക്ക് മതി. നമ്മളുടെ ജോയിനിങ് എന്തായാലും ഏപ്രിൽ 1 റിസൾട്ട് വന്നാൽ അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ജോയിനിങ് ഉണ്ടാകും. സോ എന്തെങ്കിലും ഒരു ലാഗ് ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വേഗം തന്നെ ക്ലിയർ ആക്കുക. ഓക്കെ, അതിന് ടെൻസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കാൻഡിഡേറ്റ്സ് വിത്ത് നോ ബാങ്ക് അക്കൗണ്ട് ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദി സിബിൽ സ്റ്റാറ്റസ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അതിനെപ്പറ്റി ടെൻസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മളുടെ ഫീ എത്രയാണ്? നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്? നമുക്ക് SC ST അല്ലെങ്കിൽ നമുക്ക് ഡിസബിലിറ്റി ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആകെ 175 റുപ്പീസ് ആണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീ വരിക. ബാക്കി എല്ലാ കാറ്റഗറിക്കും, അത് ജനറൽ ആയിക്കോട്ടെ OBC ആയിക്കോട്ടെ, എല്ലാവർക്കും എത്ര രൂപയാണ്? 850 റുപ്പീസ് ആയിരിക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഓക്കെ, നമുക്ക് ഓൺലൈൻ ഫീ പേയ്മെന്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ എക്സാം പാറ്റേണിലേക്ക് വരാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നമുക്ക് RRBക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു അല്ലേ? എക്സാം പാറ്റേണിൽ ഒരു ചേഞ്ച് ഉള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ RRBക്ക് സെക്ഷണൽ ടൈമിംഗ് ഇല്ലായിരുന്നു, പക്ഷേ ഈ വർഷം സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കറിയാം ഒരു വ്യത്യാസം എന്താ? RRBയിൽ നിന്നുള്ള വ്യത്യാസം എന്താ? നമുക്കിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. 3 സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് എബിലിറ്റി അല്ലേ? ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, 20 മിനിറ്റ്. അതായത് നമുക്ക് 1 മണിക്കൂറാണ് എക്സാം ടോട്ടൽ. അതിൽ ആദ്യത്തെ 20 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 20 മിനിറ്റ്സ് മാത്രമേ നമുക്ക് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റൂ. ആൻസർ ചെയ്യാൻ ആ ഒരു 20 മിനിറ്റ്സ് മാത്രമേ പറ്റുള്ളൂ. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതിനുശേഷം QA 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ് ആൻഡ് 20 മിനിറ്റ്സ്. നമുക്ക് QAയ്ക്കും എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 35 ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് എത്ര മിനിറ്റേ കിട്ടത്തുള്ളൂ? 20 മിനിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെയാണ് റീസണിങ്ങിന്റെ കേസും. 35 ക്വസ്റ്റ്യൻസ്, 35 മിനിറ്റ്സ് ആൻഡ് 35 മാർക്സ് ആൻഡ് 20 മിനിറ്റ്സ്. അപ്പോൾ എങ്ങനെ ടോട്ടൽ 20 ആണ് നമുക്ക് 60 മിനിറ്റ്സ്, 1 അവർ ആണ് നമ്മളുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതേപോലെ തന്നെ സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടാകും, ഓവറോൾ കട്ട് ഓഫും ഉണ്ടാകും. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, RRBക്ക് ഇംഗ്ലീഷ് ഇല്ലല്ലോ, അപ്പം ഞങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ഇച്ചിരി ഒന്ന് പുറകോട്ട് നിൽക്കുകയാണ് പഠിക്കാൻ. അങ്ങനെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റിൽ 2ന്റെയും എക്സാം ഉണ്ടാകും. സോ അത് രണ്ടും കൂടെ നിങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ മെയിൻസിനാണെങ്കിൽ നമുക്ക് ജനറൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻസ് ആൻഡ് മാക്സിമം മാർക്ക് എത്രയാണ്? 50. അതിന് നമുക്ക് എത്രയാണ്? 35 മിനിറ്റ്സ് ആണ്. ഇവിടെയും എന്തുണ്ട്? സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ജനറൽ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്സ് ആൻഡ് 35 മിനിറ്റ്സ്. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എബിലിറ്റി 50 ക്വസ്റ്റ്യൻസ് ആൻഡ് മാക്സിമം മാർക്ക് 60 ആണ്. ചില ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് ഉണ്ടാകും. അത് 45 മിനിറ്റ്സ് ആണ്. ദെൻ QA 50 ക്വസ്റ്റ്യൻസ് ആൻഡ് 50 മാർക്സ്, ടോട്ടൽ 45 മിനിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 160 മിനിറ്റ്സ് ആയിരിക്കും നമ്മളുടെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു കാര്യം, നമ്മൾ പ്രിലിമിനറി എക്സാമിന് ശേഷം നമ്മൾ
ഹോൾ ടിക്കറ്റ്, അതായത് നമുക്ക് അഡ്മിറ്റ് കാർഡും കൊണ്ടായിരിക്കും നമ്മൾ എന്തിനു പോകുക, പ്രിലിമിനറി എക്സാമിന് പോകുക. നമ്മൾ ഫോട്ടോ ഒട്ടിക്കും, നമ്മൾ സൈൻ ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഇൻവിജിലേറ്റർ ആരാണോ ആളുടെ സൈൻ ഉണ്ടാകും. അപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾ കളയാൻ പാടില്ല. ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കോൾ ലെറ്റർ ഫോർ ഓൺലൈൻ പ്രിലിമിനറി എക്സാം വിൽ നോട്ട് ബി കളക്ടഡ് അറ്റ് ദി എക്സാമിനേഷൻ വെന്യൂ. അവരവിടെ മേടിച്ച് വെക്കുകയല്ല, തിരിച്ചത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, candidate will need to retain the call letter along with the stamped copy of the ID proof safely. അതായത് നമ്മൾ ID പ്രൂഫിന്റെ കോപ്പിയും നമ്മൾ എക്സാമിന് കൊണ്ടുചെല്ലുമല്ലോ അല്ലെ, അപ്പൊ അതും അവർ വെരിഫൈ ചെയ്ത് തരുന്ന സീൽ ഉൾപ്പെടെയുള്ള ID പ്രൂഫിന്റെ കോപ്പി, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. അത് സേഫ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസിലേക്ക് ചെല്ലുമ്പോൾ നമുക്കിത് കൊണ്ടുപോകേണ്ട ആവശ്യം വരും, ശ്രദ്ധിച്ചോളുക. ഓക്കെ, those candidates who are called for the main exam will be required to bring this call letter along with the main exam call letter. അതായത് മെയിൻസിന്റെ അഡ്മിറ്റ് കാർഡ് കൂടാതെ പ്രിലിംസിന് നമ്മൾക്ക് കിട്ടിയ അഡ്മിറ്റ് കാർഡും അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ കോപ്പി, അതായത് ID കാർഡിന്റെ ഫോട്ടോ കോപ്പിയും വെരിഫൈ ചെയ്തതും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മെയിൻസിന് ചെല്ലുമ്പോഴത്തേക്കിന് കൊണ്ടുചെല്ലേണ്ടി വരും. സോ അതൊന്നും ആരും എന്ത് ചെയ്യാതിരിക്കുക, കളയാതിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എക്സാമിന് പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ് കൂടെ കൊണ്ടുചെല്ലേണ്ടി വരും. അപ്പോൾ അത് എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കരുതണം എന്നുള്ളത് അന്നേരം നിങ്ങളെ ഓൾറെഡി നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. ഇനിയും നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. എല്ലാ എക്സാമിനും, നമ്മളുടെ ബാങ്ക് എക്സാമിന് എല്ലാം നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.25 ആയിരിക്കും നമ്മളുടെ നെഗറ്റീവ് മാർക്ക്. അതായത് 4 എണ്ണം തെറ്റുമ്പോൾ നമ്മൾ ശരിയാക്കിയ 1 മാർക്ക് നമുക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഇതാണ്ട് 0.25 ആയിരിക്കും നമ്മളുടെ നെഗറ്റീവ് മാർക്ക്. ഇനി കട്ട് ഓഫ് സ്കോർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമുക്ക് സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓവറോൾ കട്ട് ഓഫും ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ മാർക്ക് ലിസ്റ്റിലേക്ക് വേണ്ടിയിട്ട് എടുക്കത്തില്ല. അത് നമുക്ക് മെയിൻസിലേക്കുള്ള ഒരു എൻട്രി മാത്രമാണ്, ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് മെയിൻസിന്റെ സ്കോർ ആയിരിക്കും എടുക്കുക. Okay, then the marks obtained in the online main examination always will be considered for the final merit listing. പ്രിലിംസിന്റെ മാർക്ക് എടുക്കില്ല. അത് നമുക്ക്, പക്ഷെ നമുക്ക് ഇത്ര വേണം, പ്രിലിംസ് ഉണ്ടെങ്കിലേ നമുക്ക് മെയിൻസിലേക്ക് കടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്, അതായത് ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ നമ്മളുടെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ RRB PO ആൻഡ് ക്ലർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഹൗ ടു അപ്ലൈ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അല്ലെങ്കിൽ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ധൃതി ഒന്നും വെക്കേണ്ട, നമുക്ക് ഇന്നിപ്പം നോട്ടിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പം ഇനി നിങ്ങൾ വേണ്ടത്, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുതെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുക. അപ്പം ഇനിയിപ്പോൾ വന്നു, ഇനിയിപ്പോൾ സമയം കളഞ്ഞു അല്ലെങ്കിൽ കളഞ്ഞവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. നമുക്ക് ഓഗസ്റ്റ് 24, 25, 31 IBPS ക്ലർക്കിൻ്റെ എക്സാം. അതിന് മുന്നേ ഓഗസ്റ്റ് 3 നമുക്ക് RRB PO ആൻഡ് ക്ലർക്കിൻ്റെ എക്സാം ഉണ്ട്. ഇതിനെല്ലാം സെയിം സിലബസാ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. RRB PO ആൻഡ് ക്ലർക്കിന് പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല, പക്ഷെ അതിന് മെയിൻസിന് എന്തുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എല്ലാ സിലബസ് എല്ലാം സെയിം ആണ്. ഇനിയിപ്പോൾ അടുത്തതുടനെ ഏതിൻ്റെ വരും? IBPS POയുടെ നോട്ടിഫിക്കേഷൻ വരും അല്ലേ, അതിൻ്റെയും എക്സാം ഉണ്ട്. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. ഇപ്പം തന്നെ സമയം കഴിഞ്ഞു. അപ്പം നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്കാണോ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ളത് അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മളുടെ ഓൾറെഡി മെയിൻസിന് വേണ്ടിയിട്ട്, അതായത് പ്രിലിംസ് കിട്ടുന്നുണ്ട്, മെയിൻസ് വളരെ കുറച്ച് മാർക്കിന് പോകുക, അല്ലെങ്കിൽ മെയിൻസിൻ്റെ സിലബസ് ഞങ്ങൾക്ക് അങ്ങോട്ട് കത്തുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം ബാങ്കിങ്ങിൻ്റെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൻ്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജൂൺ 19 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടായതാണ്. പക്ഷേ എന്താ, നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ പ്രിലിംസ് ഞങ്ങൾക്ക് ഓക്കെയാണ്, അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ബേസ് ഇല്ല, ബേസ് ഇച്ചിരൂടെ ഞങ്ങൾക്ക് സ്ട്രോങ് ആക്കണം. ബേസും, അതായത് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം നമുക്ക് ഒരുമിച്ച് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അച്ചീവേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
നമ്മളുടെ അച്ചീവേഴ്സ് ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. അച്ചീവേഴ്സ് ബാച്ച് തുടങ്ങിയിട്ട് 1 month ആയി. May 29 ആയിരുന്നു നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ അത്യാവശ്യം റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ കാണാം. കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സസിൻ്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കണ്ട് എക്സ്ട്രാ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ ഞങ്ങൾ ബാക്കിയുള്ള ടൈമൊക്കെ കണ്ടെത്തി ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചീവേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ എൻ്റെ ടെലഗ്രാം ചാനലിൽ റീസണിങ്, അതായത് ബാങ്ക് എക്സാംസിന് ചോദിക്കുന്ന റീസണിങ്ങിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഡെയിലി പ്രാക്ടീസ് പേപ്പർ, അതായത് റീസണിങ്ങിൻ്റെ പസിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഡെയിലി ബേസിസിൽ. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. റീസണിങ് വിത്ത് അഞ്ജു എന്ന സ്പേസ് ഇല്ലാതെ നിങ്ങൾ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, സമയം കളയാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.